നമസ്കാരം, ദിയാസ് കിച്ചൻ എരുമ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മെഴുക്കുവരട്ടിയാണ്. നമ്മൾ സാധാരണയായിട്ട് കോവയ്ക്ക വെച്ചിട്ടും പപ്പായ, അതുപോലെ തന്നെ പാവയ്ക്ക, വഴുതലങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെ മെഴുക്കുവരട്ടി തയ്യാറാക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് അച്ചിങ്ങ പയർ വെച്ചിട്ട് മെഴുക്കുവരട്ടും വേണം. അപ്പോൾ അച്ചിങ്ങ പയർ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പിയിൽ ഒരു സ്പെഷ്യൽ ചേരുവയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേരുമ്പോൾ അച്ചിങ്ങ പയറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കൂടും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി കേട്ടോ ഊണ് നന്നായിട്ട് കഴിക്കാനായിട്ട്. വീഡിയോ ഫുള്ള് കാണുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഷെയറും ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അതിനായി 250 ഗ്രാം അച്ചിങ്ങപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മെഴുക്കുവരട്ടിയാണ്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. പിന്നെ തോരൻ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതിയാകും. 8 മുതൽ 10 ചെറിയ ഉള്ളിയും ഒരു 4 മുതൽ 5 വെളുത്തുള്ളി ആവശ്യമായിട്ടുണ്ട്. ഇനി ഇവ രണ്ടും ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇടിയല്ലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറോ ഉപയോഗിക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, ഒത്തിരി അങ്ങ് അരഞ്ഞു പോവല്ലേ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതായത് ഒന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അങ്ങ് അരഞ്ഞു പോയാൽ 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും. അതായത് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് കാണാനായിട്ട് കിട്ടും. ഇതുപോലെയാണ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ആട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കടുക്, കരിവേപ്പില, വറ്റൽമുളക് ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എപ്പോഴും ഇതുപോലെ കടുക് ചേർക്കുമ്പോൾ കടുക് നന്നായിട്ട് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. കടുക് ഇതുപോലെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർക്കാനായിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ചേരുവ. തേങ്ങാക്കൊത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 ഇഞ്ച് നീളത്തിലാണ് തേങ്ങാക്കൊത്തും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. തേങ്ങാക്കൊത്തും കൂടി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ആ തേങ്ങാക്കൊത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള വേണമെങ്കിലും ചേർക്കാം. സവാള ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള ചേർക്കുക. ഇപ്പോഴും ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മളിതിപ്പോൾ ചതച്ചാണ് എടുത്തേക്കുന്നത്. ചതച്ചെടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ചതച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്താൽ എന്തായാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ മൂത്ത മണം വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. അതുപോലെ തന്നെ ഉള്ളിയുടെ ചെറുതായിട്ട് കളർ മാറി വരവും വേണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ. ഇതുപോലെ നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ബാക്കി ചേരുവകൾ ചേർക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അച്ചിങ്ങ പയർ വെച്ചിട്ട് ഒത്തിരി റെസിപ്പീസ് തയ്യാറാക്കാം. അതായത് നമുക്ക് തോരൻ തയ്യാറാക്കാം, അല്ലെങ്കിൽ അച്ചിങ്ങ പയറും ചേനയും വെച്ചിട്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അച്ചിങ്ങ പയറും നേന്ത്രക്കായ ഉണ്ടല്ലോ പച്ചക്കായ, അത് വെച്ചിട്ട് നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടി നമുക്ക് തയ്യാറാക്കാം. പക്ഷേ ഇന്നത്തേൽ ഞാൻ അച്ചിങ്ങപ്പയർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അച്ചിങ്ങപ്പയർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. അങ്ങനെ അത് ഉള്ളിയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് സ്പൈസ് ആയിട്ട് എടുക്കുന്ന കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ വറ്റൽമുളക് ചതച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. വറ്റൽമുളകിന് പകരം മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കുക. പിന്നെ വറ്റൽമുളക് ചതച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം തന്നെ ഒരു 3 മുതൽ 4 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ വറ്റൽമുളക് ചേർക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങപ്പയർ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കാനായിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ പച്ചമുളകാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പക്ഷേ പച്ചമുളകിനെ കാട്ടിലും ഇതുപോലെ വറ്റൽമുളക് ചതച്ച് ചേർക്കുന്ന കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറഞ്ഞതൊരു 15 മുതൽ 18 മിനിറ്റെങ്കിലും എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം തളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യമായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പയർ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മുതൽ 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കുറച്ച് വെള്ളമല്ലേ തളിച്ചു കൊടുത്തത്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം തളിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം തളിക്കുന്നില്ല, വെള്ളത്തിൻ്റെ കുറച്ചൊരു ഈർപ്പം ഉണ്ടാവും, അത് മതിയാകും. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 5 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പയർ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മുതൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എടുത്ത സമയം എന്നുള്ളത് 18 മിനിറ്റാണ്. അപ്പോൾ ഓരോ പയറനുസരിച്ച് നമുക്ക് വേവ് കൂടുതലോ കുറവോ ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു പയറിൻ്റെ വേവ് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ആ ഒരു നല്ലൊരു പച്ച കളർ ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കളറ് മങ്ങി വരും, ആ ഒരു പാകം എത്തണം. അതുപോലെ തന്നെ ഈ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ പയർ അധികം വെന്ത് ഉടഞ്ഞു പോകല്ല കേട്ടോ. അതായത് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളതായിരിക്കും, എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. നമ്മൾ ഈ മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഓരോന്നിനും ഓരോ പാകമുണ്ട്. ഇപ്പോൾ തോരനാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെഴുക്കുവരട്ടി ഒട്ടും കുഴഞ്ഞു പോവാതെ എന്നാൽ പയർ പാകത്തിന് വെന്ത് കിട്ടുകയും വേണം. അപ്പം ഈ ഒരു കളർ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാവും. അടുത്തായിട്ട് ഓണമല്ലേ വരുന്നത്. ഓണത്തിന് ചില സൈഡിലൊക്കെ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഒരു വിഭവമാണ്. ട്രിവാൻഡ്രം സൈഡിൽ അങ്ങനെയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് സേവ് ചെയ്ത് വെക്കണേ. അങ്ങനെ സ്വാദേറിയ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കാം, സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെഴുക്കുവരട്ടി കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ചേർത്ത തേങ്ങാക്കൊത്തും കൂടി കഴിക്കാനായിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്